നിങ്ങളുടെ പേരാ? അതെ, ഞങ്ങളുടെ പേരാ. ദിവസം കൊണ്ട് ഡാൻസ് പഠിപ്പിച്ചു, പക്ഷേ എനിക്കത് കളിക്കാൻ പറ്റിയില്ല. എന്നെ സ്റ്റേജ് കയറ്റിയില്ല. മാളൂനെ ഇപ്പൊ കാണുന്നില്ല. ഹലോ, ഇന്ന് ഞങ്ങളിവിടെ മലയാളി അസോസിയേഷൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ന്യൂ ഇയർ ക്രിസ്മസ് പരിപാടി ഇന്നായിരുന്നു. എന്താ പറയുക, വളരെ തട്ടിക്കൂട്ടിയ ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ യൂണിഫോമിലാണ്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആക്ച്വലി ഇതിൻ്റെ വോയിസ് ഞാൻ കൊടുത്തതായിരുന്നു, പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് എന്താണെന്നറിയത്തില്ല, സൗണ്ട് കേൾക്കുന്നില്ല. അതാണ് ഞാൻ വോയിസ് ഓവർ പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എന്താ പറയുക, ഒരുപാട് പ്രാക്ടീസൊന്നും ചെയ്യാതാണ് ഈ പരിപാടിക്ക് പോകുന്നത്. എനിക്ക് എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല. ഞാനൊരു 2 മണിക്കൂർ നേരത്തെ ഇറങ്ങി. എന്നെ ശ്രീയും അഞ്ജുവും ഇവരെല്ലാവരും കൂടെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹെബില ഇവിടെ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന റീൽസ് ഒന്നുമല്ല, ഇന്ന് കളിക്കാനുള്ള ഡാൻസാണ്. അപ്പം ഹെബില ഇന്നലെ ആകെ ഒരൊറ്റ ദിവസമാണ് പ്രാക്ടീസിന് വന്നപ്പോഴത്തേക്കും എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു കോൺഫിഡൻസോട് കൂടി അങ്ങ് പോയി കളിക്കുകയാണ്. അപ്പോൾ അതാണ്. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ ബ്രേക്കിനൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അഞ്ജുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എന്താ പറയുക, പൊറോട്ടയും ചിക്കനും തട്ട് ആണ്. ഇവിടെ എബില തകർത്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇപ്പം ഞങ്ങളിനി ഇവിടുന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോവുകയാണ് അങ്ങോട്ടത്തേക്ക്. ഓൾറെഡി പരിപാടി അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഡാൻസ് ചെയ്യുന്നതിൽ ഒരാളും കൂടെ വരാനുണ്ട്. പുള്ളിക്ക് 7:30 വരെ ഡ്യൂട്ടി ഉണ്ട് ഇനി. അപ്പം പരിപാടി ആകെ 6 മണിയാകുമ്പോഴത്തേക്ക് ഫിനിഷ് ആവുമെന്നാണ് പറയുന്നത്. എന്താവും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്, നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നത്. രാവിലത്തെ പെയ്തതാണ്, ഇപ്പോഴും അത് പോയിട്ടില്ല. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോഴാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത്. എനിവേ ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക്. ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മൾ. അപ്പം കണ്ടില്ലേ, ഇത് അഞ്ജുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയൊന്നും മഞ്ഞ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ അറിയുന്നത്. പ്രാർത്ഥന മാത്രം ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പം ഞങ്ങളിനി പാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. നിങ്ങളുടെ പേരാണോ? നിങ്ങളുടെ പേരാ? അതെ, ഞങ്ങളുടെ പേരാ. നമ്മുടെ കൂടെ ഡാൻസ് കളിക്കുന്നതിൽ ഒരാൾ കൂടി വരാനുണ്ട്. ഡ്യൂട്ടിയിലാണ്. അപ്പം ഡ്യൂട്ടി 7:30 കഴിയത്തുള്ളൂ. അപ്പോഴത്തേക്കും അതിന് മുൻപ് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിയുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കുറച്ച് മ്യൂസിക്കൽ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എപ്പോൾ അതൊക്കെ നടക്കുമെന്നാകെയുള്ള ടെൻഷനാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് എല്ലാവരെയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അകത്തേക്ക് ഇനി പോവുകയാണ്. ഓൾറെഡി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3:30 കൂടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സമയം 4:30 5 എനിക്ക് 5 മണി 6 മണി ആയിട്ടില്ല. പക്ഷേ നല്ലപോലെ ഇരുട്ടിയിട്ടുണ്ട്. വന്നപ്പോഴത്തേക്കും അത്യാവശ്യം എന്താ പറയുക, ഓഡിയൻസ് സ്പേസ് എല്ലാം ഫുള്ളായിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ ടെൻഷനായി. ഒന്നാമത്തെ കാര്യം നല്ലപോലെ പ്രാക്ടീസ് ചെയ്തില്ല. ഒരൊറ്റ ദിവസമാണ് പ്രാക്ടീസിന് കിട്ടിയത്. പോരാതെ ഞാൻ ആദ്യം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുന്ന ഒരു പരിപാടിക്ക് എന്താ പറയുക, ഡാൻസൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും കളിക്കാൻ വരുന്നത്. അതിന് മാത്രമുള്ള കോൺഫിഡൻസൊക്കെ എനിക്കായോ എന്ന് തന്നെ എനിക്കറിയാൻ വയ്യ. എനിവേ ഇനിയിപ്പോൾ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയാനേ പറ്റൂ. കാര്യം ഓൾറെഡി പേരും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പം പിന്മാറാനൊന്നും പറ്റില്ല. ഇപ്പോൾ ലൂക്കായറാണ് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലൂക്കയ്ക്ക് ഞാൻ മേക്കപ്പൊക്കെ ഇട്ടിട്ട് എന്നെ മനസ്സിലാവുമോ, കണ്ട് പേടിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷേ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ അവൻ ഭയങ്കര വൈബുള്ള ആളാണ്. അതുകൊണ്ട് അതൊന്നും ഒരു സീനല്ല. എന്നാലും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുമായിരുന്നു. ഇവർക്ക് എന്താ പറ്റിയെന്നാണെന്ന് തോന്നുന്നു കൊച്ചിൻ്റെ മനസ്സിലുള്ള ചോദ്യം. അങ്ങനെ എന്തായാലും പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിലും ലുക്കായ്ക്ക് ഇങ്ങനെ വൈബ് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് അവൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ എന്നിട്ട് കുറച്ച് സൈഡിലൊക്കെ പോയി നിന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എല്ലാം തകൃതിയായിട്ട് നടക്കുകയാണ്. നമ്മുടെ പ്രത്യേക എന്താ പറയുക, റിക്വസ്റ്റ് പ്രകാരം ഞങ്ങളുടെ പരിപാടി ഏറ്റവും ലാസ്റ്റാണ്. അതാണ് അയാൾക്ക് ഒരു ആശ്വാസം. അപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ കളിക്കാനുള്ള ലാസ്റ്റ് ആളും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാ തവണയും ഇവിടെ ക്രിസ്മസ്, ഓണം, ഈസ്റ്ററിനൊക്കെ എന്തെങ്കിലും ഡാൻസ് കളിക്കാറുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാവരും നാട്ടിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് അതിനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ഇത്തവണ ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ടെൻഷനാവുമായിരുന്നു. ഞാൻ കുറച്ച് നേരം ഇവരുടെ കയ്യിൽ ഈ വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോൾ ഉള്ളതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം പറയേണ്ട ഗൈസ്, മാളു എന്നെ പറ്റിച്ചു. മാളു എന്നെ ഡാൻസ് കളിപ്പിക്കാം, നവരംഗിൻ്റെ പരിപാടിക്ക് ഡാൻസ് കളിപ്പിക്കാമെന്നും പറഞ്ഞ് എന്നെ ഒരു ദിവസം കൊണ്ട് ഡാൻസ് പഠിപ്പിച്ചു. പക്ഷേ എനിക്കത് കളിക്കാൻ പറ്റിയില്ല. എന്നെ സ്റ്റേജ് കയറ്റിയില്ല. മാളുവിനെ ഇപ്പോൾ കാണുന്നില്ല. സ്റ്റേജിൻ്റെ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ മാളു എന്നെ പറ്റിച്ചു. ഇവനെയും പറ്റിച്ചു. ഞങ്ങളെ രണ്ടുപേരെയും പറ്റിച്ചു.
അമര പരിപാടിയായിരുന്നു ഇപ്പോൾ കണ്ടത്. ഇപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉസ്താദ് കിച്ചൺ, ദോശവാല, അവരുടെയൊക്കെ കുറേ തട്ടുകട സെറ്റപ്പ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പരിപാടി ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വന്നത്. അപ്പോൾ ഉസ്താദ് കിച്ചൻ്റെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണിയാണ് ഞാൻ കഴിച്ചത്. പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് കുറേ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അങ്ങനെയായിരുന്നു. പക്ഷേ എനിവേ ഇവരുടെ സാധനമൊക്കെ നല്ല ടേസ്റ്റി ആയതുകൊണ്ട് നമ്മളെല്ലാവരും ബിരിയാണി കഴിച്ചു. പിന്നെന്താ, ഇനി ബിനു അടിമാലിയുടെ ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം DJക്ക് തുള്ളാനാണല്ലോ. അപ്പം അതും നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാക്കി നടക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ബാക്കി അവിടെ തുള്ളാൻ വേണ്ടിയിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മാക്സിമം എന്താ പറയുക, നല്ലപോലെ എൻജോയ് ചെയ്ത് പരിപാടിയൊക്കെ. ഇത് ബിനു അടിമാലിയുടെയൊക്കെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ DJ ഒക്കെ തുള്ളാൻ പോയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ലപോലെ മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെ ഈ സമ്മാന കൂപ്പൺ എടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിഖിൽ ചേട്ടനും ഫാമിലിക്കും പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ നല്ല അടിപൊളി സംഭവങ്ങളുണ്ട്. ഇത് മുദ്രയുടെ അസോസിയേഷൻ പ്രോഗ്രാമായിരുന്നു. ഇത് ഭയങ്കര, നമ്മൾ വന്ന കാലം തൊട്ട് ഇവിടെ തന്നെയാണ് വരാറ്. കാര്യം നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്, നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അങ്ങനെ ഇത്തവണത്തെ ന്യൂ ഇയർ ക്രിസ്മസ് പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ബൈ.